അപ്പോൾ സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കണിയാപുരം MBH പ്രവാസി കൂട്ടായ്മയുടെ 5ാമത് വാർഷിക ആഘോഷ പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിന്ന് അതിൻ്റെ കുറച്ച് വീഡിയോയും അതിലെ കുറച്ച് പരിപാടിയുടെ കുറച്ച് ഇതൊക്കെ ആയിട്ട് നമ്മളൊരു അടിപൊളി ഒരു പ്രോഗ്രാമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇതിൻ്റെ ഒരു പൂർണ്ണമായ ഒരു വീഡിയോ ഇന്ന് നമ്മളെ ചാനലിൽ ഇടുന്നതാണ്. കണിയാപുരം MBH പ്രവാസി കൂട്ടായ്മയുടെ 5ാമത് വാർഷികാഘോഷ പരിപാടികൾക്കുള്ള വേദിയാണ് UAE മറ്റൊരു പ്രൊവിഷനായ അജ്മാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്നും രാത്രി 7 മണി മുതൽ ആരംഭിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലമായി കണിയാപുരം മുസ്ലിം ഹൈസ്കൂളിൻ്റെ പേരിൽ തുടങ്ങിയ ഈ കൂട്ടായ്മ ധാരാളം ആളുകളെ ആകർഷിക്കുകയും നാനാജാതി വിഭാഗത്തിലുള്ള ആളുകളെയും രാഷ്ട്രീയത്തിനും മതത്തിനും അതീതമായിക്കൊണ്ട് കഴിഞ്ഞ 5 വർഷക്കാലമായി പ്രവാസ ലോകത്തുള്ള കൂട്ടുകാരെ മുഴുവൻ ഒന്നിപ്പിച്ചുകൊണ്ട് ഈ പ്രവാസി കൂട്ടായ്മ അതിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ്. ഈ കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്നവർ കണിയാപുരത്തുള്ളവരായിരുന്നെങ്കിലും ഇന്ന് തിരുവനന്തപുരം ജില്ല മുതൽ വാർഷികാഘോഷ പരിപാടികൾ ആരംഭിക്കുകയാണ്. ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റിരുന്ന ബഹുമാന്യനായ നമ്മുടെ പ്രിയങ്കരനായ ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ നിസാർ തളങ്കര അവരുകളെ ആദരപൂർവ്വം ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതേപോലെ നമ്മുടെ പ്രസിഡന്റ് കൂടെ വന്ന അസോസിയേഷന്റെ ബഹുമാന്യനായ എക്സിക്യൂട്ടീവ് മെമ്പർ നസീർ സാഹിബിനെയും ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ വേദിയിലിരിക്കാൻ പറഞ്ഞിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഈ കൂട്ടായ്മയുടെ ആരൊക്കെയാണോ വേദിയിലിരിക്കാൻ നേരത്തെ നമ്മൾ തീരുമാനിച്ചിരുന്നത് അവരെല്ലാം വേദിയിൽ വന്നിരിക്കണം. ആരെയും വന്ന് ഓരോരുത്തരായിട്ട് വിളിക്കാനുള്ള സമയമൊന്നും നമുക്കില്ല. നമ്മുടെ വേദിയിലിരിക്കാൻ പറഞ്ഞവരെല്ലാം ദയവേത് വേദിയിലേക്ക് വന്നിരിക്കുക. നമ്മുടെ യോഗ നടപടിയിൽ ആരംഭിക്കുകയാണ്. ഈ യോഗത്തിന് ഈശ്വര പ്രാർത്ഥന അതിനുവേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട റിൻസി വിനോദിനെ ക്ഷണിക്കുകയാണ്. കാരുണ്യമെന്നിൽ ചോരിയണേ ഭൂവിനു കാരണമായുള്ള തമ്പുരാനേ, അച്ഛനും അമ്മയും എന്തു പറഞ്ഞാലും അക്ഷരം തെറ്റാതനുസരിച്ചും കൂടെ പഠിക്കുന്ന കുട്ടികളെ തൻ്റെ കൂടപ്പിറപ്പുകളായി നനച്ചും ഉള്ളിൽ വെളിച്ചം പകരും ഗുരുക്കളെ ഉണ്മയിൽ സ്നേഹിച്ചും ആദരിച്ചും മാതൃഭൂവിനായി ജീവൻ ത്യജിച്ചോരെ മാതൃകയായിട്ട് അംഗീകരിച്ചും MBHS പ്രവാസി കൂട്ടായ്മയുടെ 5ാം വർഷത്തിലെത്തി നിൽക്കുന്ന ഈ സുദിനത്തിൽ നമ്മുടെ ഈ കൂട്ടായ്മയെ നാട്ടരുമ എന്ന് പേരിട്ട് വിളിച്ചുകൊണ്ട് ഈ മനോഹരമായ സായം സന്ധ്യയിൽ നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നത് ശ്രീ കരിച്ചാർ ഷാജിയാണ്.
നമ്മുടെ ഇളയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തപ്പെട്ട ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ്റെ പ്രസിഡന്റ് ശ്രീ നിസാർ തറങ്കര, എക്സിക്യൂട്ടീവ് മെമ്പർ നസീർ, ആ സംഘടനയിൽ നിന്ന് ഇന്ത്യൻ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു KMCCയുടെ ഒരു പ്രതിനിധി പ്രസിഡന്റ് ആവുക എന്ന് പറയുന്നത് ഒരു വലിയ സംഭവം തന്നെയായിട്ടാണ് ഞാൻ കണക്കാക്കിയിട്ടുള്ളത്. കാരണം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് പണ്ട് CH മുഹമ്മദ് കോയ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയതുപോലെയാണ് എന്ന് ഞാൻ ഉപമിക്കുകയാണ്. കാരണം അത്ര ടൈറ്റ് ഫൈറ്റിൽ കൂടി അദ്ദേഹം ഒരു വലിയ സ്ഥാനത്ത് എത്തപ്പെട്ടു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. ഞങ്ങളുടെ നാട്ടുകാരനും ജ്യേഷ്ഠ സഹോദരനെ പോലെ കാണുന്ന ശ്രീ തോട്ടങ്കര നൗഷാദ് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും കൂടുതൽ സംഘടനാ വൈഭവത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ആ സംഘടനയിൽ നിന്ന് ഇന്ത്യൻ ഷാർജ അസോസിയേഷൻ്റെ പ്രസിഡന്റായി വരുന്നു KMCC. ഞാൻ പറയാനുള്ള കാരണം എനിക്കൊരു പരാമർശം കൊടുക്കാനുണ്ട്. കാരണം KMCC എന്ന സംഘടനയെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ അവർ ചങ്ക് പറിച്ചു കൊടുക്കും എന്ന് പറയുന്നതിന് ഒരുപാട് ഉദാഹരണങ്ങൾ എനിക്കുണ്ട്. എൻ്റെ അനുഭവം തന്നെ പറയാം. 2007 ഞങ്ങളുടെ ഇന്ത്യൻ സോഷ്യൽ സെൻറ്റർ ഇതുപോലെ തന്നെയാണ്, അലൈനിലുള്ള സോഷ്യൽ സെൻറ്റർ 2600ഓളം മെമ്പർമാരുള്ള സോഷ്യൽ സെൻറ്ററിൽ മത്സരിക്കാൻ പോകുമ്പോൾ അന്ന് 2 വിഭാഗങ്ങൾ തമ്മിലിരുന്ന ഭയങ്കര മത്സരമാണ് നടന്നുകൊണ്ടിരുന്നത്. നോർത്ത് ഇന്ത്യൻസും സൗത്ത് ഇന്ത്യൻസും തമ്മിലുള്ള ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. നോർത്ത് ഇന്ത്യൻസുകാർ 64 പ്രസിഡന്റായിട്ട് മത്സരിച്ചത്, ഞാൻ വൈസ് പ്രസിഡന്റായിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ മാസ് എന്ന് ഇവിടുന്ന് ഷാർജയിൽ പറയുന്ന മാസ് എന്ന സംഘടന, അല്ലെങ്കിൽ മലയാളി സമാജം എന്ന് പറയുന്ന വഴിയുമൊക്കെ ചേർന്ന് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിക്കുകയാണ്. ഷെഫീഖ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ട്. നിന്നെ കൂടി ഗ്രൂപ്പിൽ ചേർക്കുകയാണ്. കണിയാപുരം മുസ്ലിം ഹൈസ്കൂളിൽ നമ്മളോടൊപ്പം പഠിച്ച കൂട്ടുകാരെ കണ്ടെത്തി ഈ ഗ്രൂപ്പിൽ ചേർക്കണം എന്ന് കൂടി പറഞ്ഞു വെച്ചു. ആദ്യം എനിക്ക് താല്പര്യം തോന്നിയില്ല. കാരണം കൊറോണ പിടിപെട്ട് ഞാനും കുടുംബവും മാനസികമായും ശാരീരികമായും തളർന്നിരിക്കുന്ന സമയം. പിന്നീട് ആലോചിച്ചപ്പോൾ അത് നല്ലൊരു ആശയമാണെന്ന് തോന്നി. പഴയ സഹപാഠികളെ വീണ്ടും കണ്ടുമുട്ടാനുള്ള ഒരു അവസരവും അതിലൂടെ മാനസിക പിരിമുറുക്കത്തിന് ഒരു അയവ് വന്നാലോ എന്ന ചിന്തയും. എന്തായാലും ഞാനും ക്ലാസ്മേറ്റ്സ് 82-86 എന്ന പേരിൽ തുടങ്ങിയ വാട്സാപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മയിലെ അംഗമായി. ഒരേ കാലയളവിൽ മുസ്ലിം ഹൈസ്കൂളിൽ പഠിച്ച, ജീവിത മാർഗങ്ങൾ തേടി പല ദിക്കുകളിലും പല രാജ്യങ്ങളിലും ചേക്കേറിയ 100ഓളം വരുന്ന കൂട്ടുകാരെ ഞങ്ങൾ കണ്ടെത്തി ഗ്രൂപ്പിൽ ചേർത്തു. പിന്നീട് അങ്ങോട്ട് രസകരമായ ദിനങ്ങളായിരുന്നു. ജീവിതത്തിന്റെ സായം സന്ധ്യയിൽ കുടുംബത്തിനോടുള്ള കടമയും കടപ്പാടുകളും തീർത്ത് വിശ്രമിക്കണമെന്ന് ആഗ്രഹിച്ചു തുടങ്ങുന്ന വേളയിൽ അപ്രതീക്ഷിതമായി ഈ ഒരു ഒത്തുചേരൽ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ അനുഭൂതി നിറച്ചു. സ്കൂൾ ജീവിതകാലത്തെ തമാശകളും കുസൃതികളും ഒക്കെ ഓരോരുത്തരായി ഓർത്തെടുത്തു. ഞങ്ങൾ ശരിക്കും 10ാം ക്ലാസ്സുകാരായി മാറുകയായിരുന്നു. പ്രവാസ ലോകത്തും നാട്ടിലുമായി 100ഓളം പേരാണ് ഞൊടിയിടയിൽ ഇതിൽ അംഗമായത്. ഭാര്യമാരും കുട്ടികളും ഞങ്ങളുടെ സന്തോഷങ്ങളിൽ പങ്കാളികളായി. രാത്രി വളരെ വൈകിയും വാട്സാപ്പിലൂടെ കഥ പറഞ്ഞ് രസിച്ച ഞങ്ങളിൽ ചിലരുടെ ഭാര്യമാർ കരുതുള്ളി. മക്കളുടെ വിവാഹം പോലുള്ള ഞങ്ങളുടെ വീടുകളിൽ നടക്കുന്ന പൊതുചടങ്ങുകൾക്കെല്ലാം ഞങ്ങൾ ഒത്തുകൂടി. സമ്മാനങ്ങൾ കൈമാറി, സാമ്പത്തിക സഹായങ്ങൾ നൽകി, ടൂർ പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചു. കണിയാപുരം MPH സംഘടിപ്പിക്കുന്ന പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാൻ പ്രവാസികളായ പലരും ലീവ് എടുത്ത് നാട്ടിൽ വന്നു തുടങ്ങി. അങ്ങനെ നാട്ടിലും പ്രവാസ ലോകത്തും പരസ്പരം സഹായിച്ചും സഹകരിച്ചും മുന്നോട്ട് നീങ്ങവേ പ്രായത്തിൽ കവിഞ്ഞ പക്വതയുള്ള ചിലർ ഗ്രൂപ്പിൽ അംഗങ്ങളായി. അതോടെ അഭിപ്രായ വ്യത്യാസങ്ങൾ തലപൊക്കി പ്രവാസികൾ അടികൊള്ളുന്ന ചെണ്ട മാത്രമായി മാറി. പിന്നീടുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്നും പ്രവാസികളായ കൂട്ടുകാർക്ക് തങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും ഇവിടെ പ്രവാസ ലോകത്ത് ഒത്തുകൂടാനും ഒരു ഗ്രൂപ്പിന്റെ അനിവാര്യത മനസ്സിലാക്കിയ നമ്മുടെ സുഹൃത്ത് ശ്രീ കരിച്ചാറ ഷാജി കൂട്ടുകാരുമായി ആലോചിച്ച് 2020 ഏപ്രിൽ മാസം 20-ാം തീയതി കണിയാപുരം MPHS പ്രവാസി കൂട്ടായ്മ എന്ന പേരിൽ ഒരു പുതിയ സംഘടനയ്ക്ക് രൂപം നൽകുകയായിരുന്നു. 80ഓളം പേർ അംഗങ്ങളായി കൂട്ടായ്മ കഴിഞ്ഞ 5 വർഷ കാലയളവിൽ പരസ്പര സഹായനിധി രൂപീകരിച്ചും അസുഖബാധിതർക്ക് ചികിത്സാ സഹായം നൽകിയും നാട്ടിൽ പോകുന്നവർക്ക് കൈത്താങ്ങായി ആശ്വാസധനം നൽകിയും ഗ്രൂപ്പ് അംഗങ്ങളുടെ മക്കൾക്ക് വിവാഹ ധനസഹായമായും ബിസിനസ് ആവശ്യങ്ങൾക്കോ മറ്റ് അത്യാവശ്യ കാര്യങ്ങൾക്കോ ചെറിയ രീതിയിലുള്ള ധനസഹായങ്ങളാലും
ഗ്രൂപ്പ് മെമ്പർമാർക്ക് ഉതകുന്ന തരത്തിലുള്ള പദ്ധതികൾ ഈ കൂട്ടായ്മ ആവിഷ്കരിച്ച് നടപ്പിലാക്കി. മലയാളികൾ ആഘോഷിക്കുന്ന ഓണം, പെരുന്നാൾ, ക്രിസ്മസ് തുടങ്ങിയ എല്ലാ ആഘോഷങ്ങളും വിപുലമായി തന്നെ ഇവിടെ ആഘോഷിച്ചു വരുന്നു. ജാതി, വർഗ, വർണ്ണ വിവേചനം ലെവലേശമില്ലാതെ സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മുഖചിത്രമായി മാറിയ നമ്മുടെ ഈ കൂട്ടായ്മയിൽ മാറാല കിട്ടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. നാട്ടിലും ഇവിടെയും ഇത്തരത്തിൽ ഒരുപാട് സംഘടനകൾ പൊട്ടിമുളച്ച ശേഷം തുടക്കത്തിലെ ആവേശം പതിയെ ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റിലും അവസാനിച്ച് മൺമറയുന്ന കാഴ്ചയാണ് നാം കണ്ടുവരുന്നത്. എന്നാൽ 40ന്റെ തൻ്റെടവും 50ന്റെ പക്വതയും ഇടകലർന്ന വിവിധ തലങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായമുള്ള 80-ന് മുകളിൽ ആൾക്കാരുമായി സഞ്ചരിക്കുന്ന ഈ പായ്ക്കപ്പൽ പലപ്പോഴും കാറിലും കോളിലും പെട്ട് പ്രക്ഷുബ്ധമായ കടലിൽ വഴിതെറ്റിയ സന്ദർഭങ്ങളിലെല്ലാം ഒരു പടനായകനെ പോലെ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായി മുന്നിൽ നിന്ന് നയിച്ച ഈ കപ്പലിന്റെ കപ്പിത്താൻ കരിച്ചാറ ഷാജിക്ക് ഈ അവസരത്തിൽ ഒരു നന്ദി പറയാതിരിക്കാനാകില്ല. മുൻകാല പ്രവാസി എന്നുള്ള നിലയിലാണ് ഈ ഗ്രൂപ്പിൽ ഞാൻ അംഗമാകുന്നത്. ആ കാലയളവിൽ പ്രവാസി ഗ്രൂപ്പിന്റെ നാട്ടിൽ സംഘടിപ്പിക്കുന്ന ഒട്ടുമിക്ക പരിപാടികളിലും കോർഡിനേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. അതുപോലെ കൂട്ടായ്മയുടെ നെടുംതൂണുകളായി പ്രവർത്തിക്കുന്ന ചില ഗ്രൂപ്പ് അംഗങ്ങളെ പേരെടുത്ത് പറയാതിരിക്കാനാകില്ല. ആരോഗ്യകരമായ വിമർശനങ്ങളും രസകരമായ സംഭാഷണങ്ങളിലൂടെയും ഗ്രൂപ്പിനെ സജീവമാക്കി നിർത്തുന്ന 2 വ്യക്തികളാണ് ശ്രീ കുമ്മിൻസ് മുജീബും സഫീർ പള്ളിനടയും. ഗ്രൂപ്പിന്റെ സഹായനിധി സ്വരൂപിച്ച് കൃത്യതയോടെയും സൂക്ഷ്മതയോടെയും കൈകാര്യം ചെയ്തു വരുന്നതും ശ്രീ മുജീബാണ്. വ്യത്യസ്തമായ ചിരി സമ്മാനിച്ച് എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് ഗ്രൂപ്പിൽ സജീവമായി നിൽക്കുന്ന നജീബ് തോട്ടുങ്കര, തിരക്കുള്ള ജോലികൾക്കിടയിലും ഗ്രൂപ്പിന് വേണ്ടി ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ കൃത്യതയോടെ നിർവഹിക്കുന്ന എൻ്റെ സഹോദരൻ കൂടിയ ബിജു ബിവി, സൗദിയിൽ നിന്നും ഗ്രൂപ്പിലെ നിറസാന്നിധ്യമായിട്ടുള്ള ഷമീർ മൈദീൻ, ജയൻ, ജോലി തിരക്കുകൾക്കിടയിലും ഗ്രൂപ്പിനെ സജീവമാക്കി നിർത്തുന്ന സുൽഫി കണ്ടൽ, സവാദ് കടേറ, അൻവർ, ഗോപൻ, നസീർ, ദിൽഷാദ്, കാർത്തികേയൻ, ഫാറൂഖ്, മധു, ഹാമിദ്, റഷീദ്, നൌഷാദ്, ഗോപൻ, നമ്മുടെ ഗായകൻ മുജീബ് കൈപ്പള്ളി, റാഫി വെട്രോഡ്, ഒമാനിൽ നിന്നും ശ്രീ ശൈലേഷ് അഫ്സൽ, നമ്മുടെ പരിപാടികളുടെ ഫോട്ടോയും വീഡിയോയും പകർത്തുന്ന ഫോട്ടോഗ്രാഫറും KMCCയുടെ സജീവ പ്രവർത്തകനുമായ ശ്രീ അർഷാദ് പള്ളിനട, നാട്ടിലെത്തിയിട്ട് ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾ സാന്നിധ്യമായിട്ടുള്ള ശ്രീ വെണ്ണങ്കുൾ ഷാഫി തുടങ്ങി ഗ്രൂപ്പിലെ പേരെടുത്ത് പറയാൻ വിട്ടുപോയിട്ടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി പറയാനും കൂടി ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ഈ ഗ്രൂപ്പിൽ ഇന്ന് നമ്മുടെ പ്രവർത്തന മികവിലും കൂട്ടായ്മയുടെ കെട്ടുറപ്പിലും ആകൃഷ്ടരായി കണിയാപുരത്തിന് പുറത്തുള്ള അനേകം സുഹൃത്തുക്കൾ അംഗങ്ങളായി സഹകരിച്ചു വരുന്നു. അവർക്കും ഈ അവസരത്തിൽ നന്ദി പറഞ്ഞുകൊള്ളട്ടെ. സമീപകാല ഭാവിയിൽ കൂടുതൽ കെട്ടുറപ്പുള്ള UAE-യിലെ അറിയപ്പെടുന്ന മറ്റേതൊരു സംഘടനയും പോലെ അംഗങ്ങൾക്ക് ഏറെ ഗുണം ചെയ്യുന്ന തരത്തിലുള്ള കണിയാപുരം പ്രവാസി കൂട്ടായ്മ വളർന്ന് പന്തലിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നു. ഉപോഷരായിരിക്കുന്ന ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ്റെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ നിസാർ തളങ്കര, അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് മെമ്പർ ശ്രീ നസീർ, കണിയാപുരം ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ്റെ പ്രസിഡന്റും ചെയർമാനുമായ ശ്രീ തോട്ടിങ്കര നജീബ്, ഈ യോഗത്തിൽ ലോകമെമ്പാടും പണ്ട് നമ്മളെല്ലാം സുഹൃത്തുക്കളായിരുന്നെങ്കിൽ ഇന്ന് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും എല്ലാം വേർതിരിവിന്റെ വക്കിൽ മതം പറഞ്ഞ് മറ്റൊരു രീതിയിലേക്ക് പൊക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാ മനുഷ്യരുടെയും രക്തം ചുവപ്പാണെന്നും നമ്മളെല്ലാം സഹോദരങ്ങളാണെന്നും പറഞ്ഞുകൊണ്ട് ജാതിക്കും മതത്തിനും അതീതമായിക്കൊണ്ട് രാഷ്ട്രീയത്തിനും അതീതമായിക്കൊണ്ട് 85ഓളം വരുന്ന സുഹൃത്തുക്കൾ നമ്മൾ കഴിഞ്ഞ 5 വർഷക്കാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രവാസ ലോകത്ത് പലപ്പോഴും വിഷമത്തിലും ദുഃഖത്തിലുമൊക്കെ കഴിയുമ്പോൾ നമ്മുടെ കൂട്ടായ്മ നമുക്കൊരു തണൽ തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയുവാൻ സാധിക്കും. നമ്മുടെ കൂട്ടായ്മ ഇവിടുത്തെ റിപ്പോർട്ടില് നവാസ് പറഞ്ഞതുപോലെ പല സംഘടനകളും ആവേശം കൊണ്ട് തുടങ്ങി വെക്കുമെങ്കിലും കുറെ കഴിയുമ്പോൾ ഒരു ഗുഡ് മോർണിംഗിലും ഗുഡ് നൈറ്റിലും ഒക്കെ അവസാനിക്കുമെങ്കിലും നമ്മുടെ ഈ കൂട്ടായ്മ തുടങ്ങിയ അന്ന് മുതൽ ഈ നിമിഷം വരെയും 24 മണിക്കൂറും ആക്റ്റീവായി കാര്യങ്ങൾ പറയുവാൻ, കഥ പറയുവാൻ, കുടുംബകാര്യങ്ങൾ പറയാൻ, അങ്ങനെ എല്ലാ കാര്യത്തിലും ഈ കൂട്ടായ്മ നമ്മുടെ സുഹൃത്തുക്കള് തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നതിൽ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ അഭിമാനപൂർവ്വം സ്മരിക്കുകയാണ്. ഈ കൂട്ടായ്മ
ഉണ്ടായതിനു ശേഷം നമ്മൾ ആരംഭിച്ച ഒരു സാമൂഹ്യ പദ്ധതി എന്ന് പറയുന്ന, നമ്മൾ മാസം 50 രൂപ കളക്ട് ചെയ്യുന്ന രീതിയിലേക്ക് ആരംഭിച്ച ഒരു പദ്ധതി, 65ഓളം പേര് ചേർന്നുകൊണ്ട് എല്ലാ മാസവും 50 രൂപ മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളൊരു ഫണ്ട് ശേഖരിച്ചു. ഇന്ന് ആ ഫണ്ട് കൊണ്ട് ഈ കൂട്ടായ്മയിലുള്ള പലർക്കും ഒരു താങ്ങും തണലുമായി മാറുന്നു എന്നറിയുന്നതിലും നമുക്ക് വളരെയധികം സന്തോഷിക്കാം. ഈ കൂട്ടായ്മ വീണുപോകുന്ന പല സുഹൃത്തുക്കളെയും ചേർത്ത് പിടിച്ചിട്ടുണ്ട്. സാധാരണ വാട്സപ്പ് കൂട്ടായ്മയൊക്കെ എന്നോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ സാമൂഹ്യമായിട്ട്, സാംസ്കാരികമായിട്ട്, മറ്റോ ചാരിറ്റിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളായതുകൊണ്ട് നമ്മുടെ കൂട്ടായ്മയിൽപ്പെട്ട ഒരാളുടെ മകളുടെ കല്യാണം വരുമ്പോൾ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ലക്ഷങ്ങൾ പിരിക്കുന്നത്. അതുപോലെ ഒരു കൂട്ടുകാരൻ ഒരു ആവശ്യം വരുമ്പോൾ അവന് ഹോസ്പിറ്റലിലാണെന്ന് പറയുമ്പോൾ സന്തോഷത്തോടു കൂടിയാണ് സാധാരണക്കാരനും ചെറിയ ശമ്പളം വാങ്ങുന്നവനും വലിയ ശമ്പളം വാങ്ങുന്നവനും ഒക്കെ സന്തോഷത്തോടു കൂടി ഈ കൂട്ടായ്മയിലൂടെ അതിനെ കടന്നു വരുന്നത്. പലപ്പോഴും നമ്മുടെ കൂട്ടായ്മയിൽ ചെറിയ പോറലുകളും നീരസവും ഒക്കെ ഉണ്ടാകുമെങ്കിലും അത് വളർന്നുകൊണ്ട് പോകാതെ ആരെങ്കിലുമൊക്കെ ഇടപെട്ട് നമ്മുടെ കൂട്ടായ്മയെ ചേർത്ത് പിടിച്ച് പലപ്പോഴും മുമ്പോട്ട് കൊണ്ടുപോകുന്നു. അത് ഇനിയും നമ്മൾ ഈ പ്രവാസ ലോകത്ത് നമുക്കൊരു തണലാണ് നമ്മുടെ സംഘടന. നമ്മളിപ്പോ ഈ മീറ്റിംഗ് നടത്തുന്നത് നമ്മുടെ രാജ്യത്തല്ല, ഇതൊരു അറബ് രാജ്യത്താണ്. ഇത് മരുഭൂമിയിലെ അജ്മാൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നമ്മൾ മലയാളികള് പല തിരുവനന്തപുരം മുതൽ കാസർഗോഡ്, കന്യാകുമാരി ഒഴിച്ച് കാസർഗോഡ്, തിരുവനന്തപുരം ജില്ലയെ തുടങ്ങി കേരളത്തിലെ പല സംസ്ഥാനങ്ങളിലും പെട്ട, പല ജില്ലകളിലും പെട്ട ആൾക്കാർ ഈ യോഗത്തിലുണ്ട്. നമ്മൾ ഇരിക്കുന്നത് ഒരു അറബ് ലോകത്താണെങ്കിലും നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു രാജ്യമാണ് അറബ് രാജ്യം. ഈ അറബ് രാജ്യത്ത് വന്നതെന്താണ് നമ്മുടെ പലരും നമ്മുടെ ജീവിതങ്ങളെ പച്ചപിടിപ്പിച്ചതെന്ന് കൂടി ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിക്കുകയാണ്. ഞാൻ ദീർഘമായ സംസാരത്തിലേക്ക് കടക്കുന്നില്ല. നമ്മുടെ ഷാഫി പള്ളിപ്പുറം സെന്റ് സേവിയേഴ്സ് കോളേജുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ ആ കഥ നിങ്ങൾക്ക് ഒന്നുകൂടി വിവരിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. പ്രവാസി ഗ്രൂപ്പിന്റെ 5ാമത് വാർഷികവും കുടുംബോത്സവവും നടക്കുന്ന ഈ വേദിയിലെ അധ്യക്ഷൻ AK ഷാജി, സ്വാഗതമല്ലിയ ഷാജി പള്ളിപ്പുറം, മറ്റു വേദിയിലും എനിക്ക് മുമ്പിലുള്ള നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, അസ്സലാമു അലൈക്കും. നിങ്ങൾക്ക് നല്ലൊരു നന്മ തരികയാണ്. 5 വർഷമായി ജീവകാരുണ്യ രംഗത്തും മറ്റു പല മേഖലകളിലും തൻ്റേതായ സാന്നിധ്യം അറിയിക്കുന്ന MBHS പ്രവാസി ഗ്രൂപ്പിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുകയാണ്. നിങ്ങളുടെ നാട്ടിൽ ഞാൻ പോയിരുന്നു. കഴിഞ്ഞ കേരള ദിനം കഴിഞ്ഞതിന് ശേഷം എൻ്റെ പ്രിയങ്കരനായ KHM-ഉം അതോടൊപ്പം കബീർ ചെന്നാങ്കേരും ഒക്കെ നിർബന്ധിച്ചുകൊണ്ട് കന്യാകുമാരി പോയി ലീഗിൻ്റെ സ്വീകരണം ഏറ്റുവാങ്ങിയ ഒരാളാണ് ഞാൻ. ഞങ്ങളുടെ നാട് മനോഹരമാണ്. ഞാനിവിടെ വരുന്ന 2 കാരണം കൊണ്ടാണ്. ഒന്ന്, കഴിഞ്ഞ റമദാൻ നിങ്ങൾ വിളിച്ചപ്പോൾ നിങ്ങൾ നോമ്പ് തുറക്കി എനിക്ക് എത്താൻ പറ്റില്ല, കുറച്ച് കഴിഞ്ഞിട്ട് എത്തിപ്പോയിട്ട്, അല്ല തുടങ്ങുന്നതായിട്ട് ഇപ്പോൾ വന്നിട്ട് പോകണമെന്ന്, നോമ്പ് തുറക്കിയിരിക്കാൻ പറ്റില്ല. അന്നും എൻ്റെ പ്രിയങ്കരനായ സഹോദരൻ അർഷദ്, അത് KMCC-യുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റാണ്. അദ്ദേഹത്തിൻ്റെ വൈഫ് ഇവിടെ ഇരിക്കുന്നുണ്ട്. വൈഫ് ഞങ്ങളുടെ സ്കൂളിലെ സ്റ്റാഫാണ്. ഏതായാലും അതൊരു കുടുംബ ബന്ധമാണ്. അദ്ദേഹം വിളിച്ച് എനിക്ക് നോന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എത്ര മണിക്ക് തുടങ്ങും? വർഷാചരിക്കുമ്പോൾ കറക്റ്റ് 8 മണിക്ക് തുടങ്ങുന്നു. അപ്പോൾ ഞാൻ 8 മണിക്ക് 8:30 മണിക്കൂർ വന്നു. നിങ്ങൾ തുടങ്ങിയതിന് നന്ദി. ഞാൻ കൂടുതൽ പ്രസംഗിക്കില്ല, കാരണം എന്നെ കാത്തുകൊണ്ട് ഷാജഹാൻ അസോസിയേഷനിൽ കുറേ ആൾക്കാരോട് വെയിറ്റ് ചെയ്ത് അതോടെ പരിപാടിയുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം ഞാൻ തന്നെയാണ്. ഈ സമയത്തിന് വളരെയധികം വിലയിരുത്തുന്ന ഒരാളായതുകൊണ്ട് മാക്സിമം ഞാൻ അതിലേക്ക് എത്തിപ്പെടാൻ ശ്രമിക്കാറുണ്ട്. കാസർഗോഡ് ഒരു അസോസിയേഷൻ, കാസർഗോഡ് എക്സ്പാട്രിയറ്റ് സോഷ്യോ എക്കണോമിക് ഫോറം, അതിൻ്റെ ചെയർമാനാണ് ഞാൻ. അത് ആ സംഘടന എന്ന് വെച്ചാൽ കുറച്ച് സമ്പന്നര സംഘടനയും കൂടിയാണ്, കുറച്ച് കാർഷിക സംഘടനയാണ്. പക്ഷേ എല്ലാ ജാതി മത വിഭാഗങ്ങളൊക്കെ അടങ്ങിയ പ്രാദേശിക സംഘടന, അസോസിയേഷനും നല്ലൊരു വോട്ട് ബാങ്കുള്ള സംഘടനയാണ്. എൻ്റെ ജീവിതത്തിന് പുറകിലും ആ ഒരു പ്രാദേശിക സംഘടനയുടെ കൈകളും ഉണ്ടായിരുന്നു എന്ന കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നേരത്തെ നിങ്ങൾ പറഞ്ഞ KMCC എന്ന് പറഞ്ഞ സംഘടന, അതിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ ജയിച്ചു വന്നത്. അപ്പോൾ ആ ജയിച്ചു വരുമ്പോൾ ആ പ്രസ്ഥാനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്, അത് കാരുണ്യ പ്രസ്ഥാനത്തിൽ ലോകത്തിനി വെല്ലാൻ ഒരാൾക്കും പറ്റില്ല. ലീഗലായി ചെയ്യണമെങ്കിൽ നമുക്ക് യുണൈറ്റഡ് നേഷൻസ് സമീപിച്ചാൽ മതി. നിങ്ങൾക്ക് ഗവൺമെൻറ്റിലെ റെഡ് റിബൺ കട ഇല്ലാതെ എന്തെങ്കിലും നടക്കണമെങ്കിൽ KMCC സമീപിച്ചാൽ മതി. അതാണ് ഈ KMCയുടെ പ്രത്യേകത. ലോകത്ത് പല ഭാഗത്ത് പ്രശ്നം ഉണ്ടാകുമ്പോൾ
പല നെഗോസിയേഷനും പല ഡിസ്കഷനും പല ഏരിയകളൊക്കെ നമ്മുടെ പ്രവർത്തകന്മാർ നമ്മുടെ നേതാക്കന്മാർ പോയിട്ട് കാര്യങ്ങളൊക്കെ, പക്ഷെ ഞങ്ങൾ നടത്തുന്ന കാര്യം ഇവർക്ക് ആർക്കും നടത്താൻ പറ്റില്ല. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹിന്ദു സിഖ് ക്രിമിറ്റോറിയം നടത്തുന്ന ഒരാൾ മരണപ്പെട്ടാൽ എത്ര ബഹുമാനപുരം അവരെ ഈ ലോകത്തുനിന്ന് യാത്രയാക്കേണ്ട ഒരു ക്രിമിറ്റോറിയം നടത്തുന്ന മാനേജിങ് കമ്മിറ്റിയാണ് എൻ്റെ മാനേജിങ് കമ്മിറ്റി, എൻ്റെ ഇന്ദ്രസുഷാർജ എന്ന് പറയുമ്പോൾ അവിടെ ഡിബേറ്റ് കഴിയും. അതിൻ്റെ ചാലശക്തിയായി നിൽക്കാൻ, അത് കൊണ്ടുവരാൻ KMCCക്കും എനിക്കും പറ്റി 2009. അതും കൂടി തന്നെയാണ് ഞാൻ ജയിച്ചു വന്നത്. പക്ഷെ നേരത്തെ പറഞ്ഞില്ല, അതിശക്തമായ പ്രവർത്തനമായിരുന്നു. അപ്പോൾ ഈ വോട്ടേഴ്സ് വന്നിട്ട് ചോദിക്കുകയാണ് എന്താണ് നടത്തിയതെന്ന് ചോദ്യം ഉണ്ടാവില്ല. ചോദ്യത്തിൻ്റെ എൻ്റെ ഒരു പോയിന്റ്, ഹിന്ദു സിഖ് ക്രിമിറ്റോറിയം കൊണ്ടുവരാനുള്ള പ്രധാന ഒരു കാരണം KMCC അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ട അവസരം എനിക്കുണ്ടായി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കും. ഒരു കാര്യം, ഒരു പ്രാദേശിക സംഘടന എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ രണ്ട് കാര്യത്തിൽ നിങ്ങൾ ഇന്ന് ഇല്ലെങ്കിൽ നിങ്ങൾ എടുത്തിട്ടുണ്ടാവും, എനിക്കറിയാം, നിങ്ങൾ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്, നിങ്ങൾക്കൊക്കെ അറിയാം. എന്നാലും ഏത് പ്രാദേശിക സംഘടന പോയി കഴിഞ്ഞാൽ ഞാനതൊന്ന് ഉണർത്താറുണ്ട്. എപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒന്ന്, നമ്മുടെ നാട്ടിൽ കണിയാപുരം പഞ്ചായത്തിൽ അല്ലെങ്കിൽ കണിയാപുരം തൊട്ടടുത്ത പ്രദേശങ്ങളിൽ പട്ടിണി ഇല്ല നിങ്ങൾ പ്രഖ്യാപിക്കണം. നിങ്ങൾ പ്രഖ്യാപിക്കണം, പട്ടിണി ഉണ്ടാവില്ല, 0 പട്ടിണി. ഞങ്ങൾക്ക് KSF അത് പ്രഖ്യാപിച്ചത് 0 പട്ടിണി. നോ, അതിന് നാട്ടിൽ ആര് പറഞ്ഞാലും അതിൻ്റെ പ്രതിനിധി ഉണ്ടാക്കേണ്ട ദൗത്യം നിങ്ങളിലുണ്ട്. നിങ്ങൾ അതിനാണ് ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ വിചാരിക്കണം നിങ്ങളെ കുടുംബത്തെ പോറ്റാൻ മാറ്റി മാത്രമാണ് വന്നത്, ആരെങ്കിലും ധാരണ തെറ്റിപ്പോയി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലോകത്ത് പട്ടിണി മാറ്റാണ് എല്ലാ മതവും പറഞ്ഞിട്ടുണ്ട്. ഒരു മതവും പറയണമെന്നില്ല. ഇസ്ലാമിൽ പറയുകയാണെങ്കിൽ ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ വളരെ വ്യക്തമായിട്ടുള്ള ഹദീസ് ഉണ്ട്, വളരെ സ്ട്രോങ്ങിലാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? 7 സറൗണ്ടിങ്ങിൽ ഏതെങ്കിലും ഒരാൾ ഒരു രാത്രി പട്ടിണി കിടന്നാൽ നീ സ്വർഗം കിട്ടില്ല എന്നല്ല പറഞ്ഞത്, നീ എന്നിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞു. നീ എന്നിൽപ്പെട്ടവൻ, എൻ്റെ പെട്ടവനല്ല, നീ ക്ലീൻ വേൾഡ്. അതിനപ്പുറം പിടിയില്ല. ഒരു ദിവസം കിടന്നാൽ മതി. അത്ര റെസ്പോൺസിബിലിറ്റി ആണ് കൊടുത്തത്. ജീസസ് പറഞ്ഞ വളരെ സ്ട്രോങ് അല്ലേ, വളരെ സ്ട്രോങ് ആണ് പറഞ്ഞത്. അപ്പം കൊടുക്കാതെ ആരെങ്കിലും കിടന്നു പോയിട്ടുണ്ടെങ്കിൽ അത് പാപമാണെന്ന് പറഞ്ഞ ജീസസ് ക്രൈസ്റ്റ് വളരെ ശക്തമായിട്ടാണ് പറഞ്ഞത്. മലയാള കവിതയിൽ മനോഹരമായിട്ട് ഭഗവത്ഗീത എന്ത് പറഞ്ഞു ഞാൻ ആലോചിച്ചു. അപ്പോൾ വളരെ മനോഹരമായ കവിതയുണ്ട്, നമ്മളൊക്കെ പഠിച്ചതാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ SSLC 210 മാർക്ക് വാങ്ങാൻ വേണ്ടി പഠിച്ച ഇതാണ്, കവിതയാണ്. പാരാവാര കൽപ്പപരിവാരത്തോടുകൂടി ഭക്ത പരായണനായ നാരായണന്റെ ആശ്ചര്യം എന്തുകൊണ്ട് ശൗരി കണ്ണുനീരണിഞ്ഞു ധീരനായ ചെന്താമര കണ്ണിനുണ്ടോ കരഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. ചെന്താമര കണ്ണിനായ ശ്രീകൃഷ്ണ ഭഗവാൻ എന്തിനാ കരഞ്ഞത്? പട്ടിണിയുണ്ട്. ആര് പട്ടിണി? കുചേല നടന്നു വരികയാണ് പാലസിലേക്ക്, ദൂരത്ത് കാണാം. നല്ല ഉഷാറുള്ള ഒരു മനുഷ്യനാണ്. പഠിക്കുന്ന സമയത്ത് ഒന്നുമില്ല, 0. ഇപ്പം നമ്മൾ കാണുന്നില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പോകുമ്പോൾ കണിയാപുരം ഇപ്പോൾ സ്കൂളിന് സംബന്ധമായ ഒരു പട്ടിണിയാണ്. പ്രവാസി MBHS പ്രവാസി MBHS സ്കൂൾ സംബന്ധമായ ഒരു സംഘടനയാണ്. നിങ്ങൾ പഠിച്ച പല ആൾക്കാരും വിഷമത്തിൽ കരച്ചിൽ നാട്ടിൽ കിടക്കും. ഇങ്ങനെ കുചേലന്മാർ കയറി നമ്മൾ കാണുന്ന ദൂരത്ത് നിന്ന് നമ്മൾ വണ്ടി നേരത്തെ പറഞ്ഞ മെഴ്സീസ് ഇങ്ങനെ റൈറ്റ് എടുത്ത് ഒറ്റ പോക്കും, അല്ലെ ലെഫ്റ്റ് പോകും. പക്ഷേ അത് നോക്കിക്കണ്ട് കരയുന്ന ഭഗവാൻ ഉണ്ടെങ്കിൽ നമുക്ക് ഉത്തരവാദിത്വമില്ലേ? അച്ഛയുടെ ഉത്തരവാദിത്വമില്ലേ? അവൻ്റെ പട്ടിണി മാറ്റണം, അത് നിർബന്ധം. പട്ടിണി കിടന്നിട്ട് ഇനി ഒരാൾ മരിക്കാൻ പാടില്ല. കണിയാപുരം പഞ്ചായത്തുണ്ട് ധീരമായ പ്രഖ്യാപനങ്ങൾ നടത്തണം. അത് നടത്താനുള്ള അത് ഒഴിവാക്കുന്ന സൊല്യൂഷൻ ഞാൻ പലപ്പോഴും ലോകത്ത് എങ്ങനെയാണ് പട്ടിണി വന്നത്, പട്ടിണി മാറുന്നത്. ഇപ്പൊ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സർവേ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പട്ടിണി ഇപ്പോൾ ഉള്ള രാജ്യം ആഫ്രിക്കയാണ്. പക്ഷെ ആഫ്രിക്ക അത്ഭുതം എന്ന് പറയുന്നത് ദൈവം ഏറ്റവും കൂടുതൽ ധാതു സമ്പത്ത് കൊടുത്ത രാജ്യവും ആഫ്രിക്ക, ഏറ്റവും കൂടുതൽ വിഭവങ്ങൾ കൊടുത്ത രാജ്യം ആഫ്രിക്കയാണ്. പക്ഷെ അവിടെ പട്ടിണിയാണ്. അപ്പൊ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഒരു റീഡിസ്ട്രിബ്യൂഷന്, സമാധാനം, ശാന്തി, ഇതൊന്നും ഇല്ലാത്ത വലിയ പ്രശ്നം ആഫ്രിക്കയിലുണ്ട്. നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് ഒന്നും നമ്മുടെ നാട്ടിൽ സംഘടനകൾ കൂടി ശാന്തിയും സമാധാനം കാര്യം നേരത്തെ റിപ്പോർട്ട് വായിക്കുമ്പോൾ പറഞ്ഞു എന്താ കടലിലൊക്കെ വളരെ വളരെ ശക്തമായ ചന്ദ്രമായി നയിക്കുന്നതൊക്കെ പറയാൻ നയിക്കണം. പ്രശ്നങ്ങളുണ്ടാവാം, സംഘടനകൾ പ്രശ്നമുണ്ടാവും. പക്ഷേ നാടിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ആ പ്രശ്നങ്ങൾ ഒതുക്കിയിട്ട് നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോകണം. എന്നാലും നാട്ടിൽ സമാധാനം ഉണ്ടാകാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാകും. അതാണ് ഒന്ന്. നാട്ടിൽ സമാധാനം എന്തും ആയിക്കോട്ടെ, ജാതി ആയിക്കോട്ടെ, മതമായിക്കോട്ടെ, സ്കൂളായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ പള്ളികളിൽ ജമാഅത്തുണ്ടാകുന്ന പ്രശ്നങ്ങളായിക്കോട്ടെ, നമ്മളാരും ഇതിൻ്റെ ഭാഗമാക്കണം. നടക്കുന്ന ഈ സുദിനത്തിൽ ആശംസ അർപ്പിക്കുക എന്ന ഒരു ദൗത്യവുമായാണ്
ഞാൻ എത്തിയത്. ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട ഇതിൻ്റെ കർമ്മധീരനായ പ്രസിഡന്റ് കെ ഷാജി, അദ്ദേഹം ഏതെല്ലാം മേഖലകളാണോ അതിന് അമരക്കാരനായി നിൽക്കുന്നത് ആ മേഖലകളെല്ലാം തന്നെ സജീവ സാന്നിധ്യം ഉറപ്പുവരുത്തിക്കൊണ്ട് ആ സംഘടനയുടെ പിൻ പോയിന്റിൽ നിർത്തിക്കൊണ്ട് അതിലെ ഓരോ പ്രശ്നങ്ങളും സൂക്ഷ്മമായി പരിഹരിച്ചു വരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എ കെ ഷാജി എന്ന് പറയുന്ന പ്രസിഡന്റിനെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം കണിയാപുരം ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ ചെയർമാൻ എന്നിടത്തോളം ബഹുമാനപൂർവ്വം ഞാൻ ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന അദ്ദേഹത്തെ ഈ അവസരത്തിൽ ആദ്യം അദ്ദേഹത്തിന് തന്നെ എൻ്റെ ആശംസകൾ നൽകി. മാത്രവുമല്ല, എൻ്റെ നാടിൻ്റെ, അതായത് എൻ്റെ ജന്മഭൂമിയുടെ സ്ഥലത്ത് കർമ്മഭൂമിയുടെ അമരക്കാരനായി കണിയാപുരം ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സംഘടനയുടെ ചെയർമാനായി പ്രവർത്തിക്കുന്ന എൻ്റെ സംഘടനയുടെ അന്യാധീനമായി പോകാതെ സൂക്ഷ്മമായി എത്തിക്കുവാനുള്ള മുൻകരുതൽ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വാക്കുകൾ ഇവിടെ ഞാൻ ഇതിനോട് സംസാരിച്ചത്. പ്രിയമുള്ളവരെ, MBHSന്റെ വാർഷിക റിപ്പോർട്ട് വായിക്കുമ്പോൾ തന്നെ അതിൽ പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികളും ഇതിൻ്റെ റിപ്പോർട്ട് അവതരിപ്പിച്ച MK നവാസ് എന്ന് പറയുന്ന ഇതിൻ്റെ അമരക്കാരനായി നിൽക്കുന്ന നവാസിനെ സംബന്ധിച്ചിടത്തോളം കണിയാപുരം റെയിൽവേ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാക്കുകയും അത് വളരെയധികം നന്നായി പ്രവർത്തിച്ചു വരികയും അതിലൊരുപാട് നിവേദനങ്ങളും നാടിനു വേണ്ടിയുള്ള നിവേദനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളും നടത്തി വരുന്ന ഒരു സംഘടനയുടെ അമരക്കാരനായിരുന്നു MK നവാസ്. MK നവാസിന് ചില സാങ്കേതികമായി ഹയർ ലെവലിൽ എത്തിക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ടാണ് രണ്ടാമത് കണിയാപുരം ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ ഒരു സംഘടന, നവാസ് ഉൾപ്പെട്ട ഒരു സംഘടന ഉണ്ടാക്കി അതിൻ്റെ ഒരു അമരക്കാരനായി എന്നെ നിർത്തിയതിൽ ഈ അവസരത്തിൽ അദ്ദേഹത്തിനെ ഞാൻ ഓർമ്മിച്ചുകൊണ്ട് അവതരിപ്പിക്കുകയാണ്, പറയുകയാണ്. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ഇതിൻ്റെ ഉദ്ഘാടനം പ്രസംഗം നടത്തിയ നിസാർ തലങ്കര അദ്ദേഹം നൽകിയ ഉപദേശങ്ങൾ വളരെ നല്ലൊരു ഉപദേശമായി എനിക്കിന്ന് ഈ പ്രസ്ഥാനത്തിൽ ഇന്നിവിടെ വന്ന് എനിക്ക് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് കിട്ടിയൊരു അറിവാണ്. ആ അറിവ് എനിക്ക് പ്രാബല്യത്തിൽ കൊണ്ടുവരുവാൻ UAE ആദ്യമായിട്ട് നമ്മൾ ഫ്രഷ് അലുവ രണ്ടെണ്ണമുണ്ട്, വെള്ള കറുപ്പ് എന്നുള്ള രണ്ട് ഇതിൽ അരിയലുവ ഫ്രഷായിട്ട് UAE ഫസ്റ്റ് ടൈം ലോഞ്ച് ചെയ്തു. ഫസ്റ്റ് ഫോർ ടേസ്റ്റ്. ഓക്കെ, ചിന്തിച്ചുകൊണ്ട് നമ്മുടെ കുടുംബ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് അതുപോലുള്ള മറ്റു കാര്യങ്ങൾ നമ്മുടെ ബന്ധുക്കളുടെ സന്തോഷത്തിൽ പങ്കെടുക്കുവാനുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ആത്മവീര്യത്തോടുകൂടിയുള്ള ഓരോ പ്രവാസികളും അത് ഉൾപ്പെടുത്തായി എടുക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. പ്രത്യേകിച്ച് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം പ്രവാസികൾ വീട്ടിലെന്തായി, അവിടെ എന്തായി, ഇവിടെ എന്തായി എന്നൊക്കെ ചോദിച്ചിങ്ങനെ ആകെ ടെൻഷനിലാണ് പലപ്പോഴും പലരെയും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരു ഉപദേശമേ ഉള്ളൂ, കുട്ടികളെ ഒന്ന് നോക്കുക, അവരുടെ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ ജോലി കഴിഞ്ഞ് തിരക്ക് കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് ഗൃഹപ്രവേശനം ചെയ്യുമ്പോൾ ഫസ്റ്റ് കാല് വയ്ക്കുമ്പോൾ നല്ലൊരു സിനിമാ പാട്ടോ അല്ലെങ്കിൽ മാപ്പിളപ്പാട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കൊള്ളാവുന്ന കോമിക്സുകൾ പിന്നെ തമാശ പറഞ്ഞുകൊണ്ട് വീട്ടിലോട്ട് കയറിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആ കുടുംബത്തിനൊരു നല്ല സന്തോഷമായിരിക്കും. അതായിരിക്കും എനിക്ക് ഈ അവസരത്തിൽ നിങ്ങൾ ഓരോരുത്തരോടും പറയുവാനുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. കണിയാപുരം MBHS പ്രവാസി കൂട്ടായ്മ 5ാമത് വാർഷികം നടക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു അടിസ്ഥാന ബേസായിട്ടുള്ള
ഒരു കണിയാപുരം പ്രദേശത്ത് എന്തെങ്കിലും ഒരു ബിൽഡിങ്ങോ ഒരു ചാരിറ്റി, നേരത്തെ പറഞ്ഞ ഒരു സ്കൂളോ അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും ഒരു പ്രസ്ഥാനം ഉണ്ടാക്കുവാൻ നിങ്ങൾ ഒരുമിച്ച് എല്ലാവരും കൂടെ മുൻകൈ എടുത്തുകൊണ്ട് തുടർന്നുള്ള ഭാവിയിലുള്ള വരും തലമുറയ്ക്ക് മികവുറ്റതാക്കുവാൻ വേണ്ടി അത് കാര്യങ്ങൾ ചെയ്ത് എടുക്കണം എന്നും കൂടി ഈ അവസരത്തിൽ പറയുക. അതുപോലെ ഒരു കാര്യം കൂടി ഇന്ന് ഞാൻ ഡിക്ലെയർ ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. കണിയാപുരം ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സംഘടന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ വർഷം ജനുവരി 10-ാം തീയതി ആലമൂട് ജംഗ്ഷനിൽ വലിയൊരു പ്രതിഷേധ സമരവും അതുപോലെ തന്നെ 67ഓളം പേർ അറസ്റ്റ് വരികയും ചെയ്ത ഒരു സംഭവമുണ്ട്. ആ 67 പേരുടെയും ഫലമായി അന്ന് ആ പ്രശ്നം അറസ്റ്റ് വരികയും അതിനെ സംബന്ധിച്ച് ഞങ്ങളൊരു നിവേദനം ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് കൊടുക്കുകയും ചെയ്തു. ഞങ്ങൾ കണിയാപുരം ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ ടീമാണ് അവിടെ പോയി കൊടുത്തത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ നമുക്ക് രണ്ടാമതൊരു VUP തന്നതിൻ്റെ ഓർഡർ എൻ്റെ മൊബൈലിൽ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ഇതുവരെ ആരെയും കാണിച്ചിട്ടില്ല. നമ്മുടെ യോഗത്തിൻ്റെ പ്രിയങ്കരനായ അധ്യക്ഷൻ AK ഷാജി, നമ്മുടെ ഉദ്ഘാടനമായി വന്ന നിസാർ തലങ്കര, നമ്മുടെ KDO ചെയർമാനും എൻ്റെ അളിയനും ആയ നൗഷാദ് തോട്ടങ്കര, വേദിയിലിരിക്കുന്ന സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ ആശംസകൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ആശംസാ പ്രസംഗം എല്ലാ ഗ്രൂപ്പ് അംഗങ്ങളും നടത്തണമെന്ന് 2 ആഴ്ച 3 ആഴ്ചയായിട്ട് നമ്മൾ പറയുക. എല്ലാവരും വേദിയിൽ വന്ന് ഇരിക്കണം. ഈ മൈക്കിലൂടെയുള്ള ആളുകളുടെ മുമ്പിൽ നിങ്ങൾ സംസാരിക്കാനുള്ള ഭയം മാറ്റണം. അപ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞു. എല്ലാവരും പേര് വിളിച്ചു. ഞാൻ വിളിക്കുന്ന പേരുകൾ എല്ലാവരും വന്ന് നിങ്ങളൊരു ആശംസ പറയണം. ഇത് നമ്മുടെ പരിപാടിയാണ്. ഈ മുമ്പേ ഇരിക്കുന്നവരെല്ലാം നമ്മുടെ കുടുംബമാണ്, നമ്മുടെ കൂട്ടുകാരാണ്. ഒന്നും നാണിക്കേണ്ട കാര്യമില്ല. വരിക, നിങ്ങളെ പരിചയപ്പെടുത്തുക, നമ്മുടെ ഗ്രൂപ്പിനെ കുറിച്ച് പറയുക. നമ്മുടെ ഗ്രൂപ്പിലില്ലാത്തവരൊക്കെ കുറച്ച് പേരുണ്ട്. അവരോടൊക്കെ നമ്മളെ വിശേഷങ്ങളും അന്വേഷണമൊക്കെ പറയുക. അടുത്തതായി നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ഗോപകുമാർ. എല്ലാവർക്കും നമസ്കാരം. അധ്യക്ഷൻ, എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് ഷാജി, അതുപോലെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഇവിടെ വന്നിരുന്നു. അവർക്കെല്ലാം ആശംസകൾ അറിയിക്കുന്നു. അതിലുപരി എൻ്റെ മകളുടെ കല്യാണത്തിന് ഈ ഗ്രൂപ്പിൽ ആർക്കും കിട്ടാത്തൊരു സ്വീകരണമാണ് എൻ്റെ മോൾക്ക്. അതായത് എൻ്റെ കൂട്ടുകാരുടെ ഭാര്യമാരെല്ലാം വീട്ടിൽ വന്ന് അവളെ ആശീർവദിച്ചു. അത് എനിക്ക് മറക്കാൻ പറ്റില്ല. അതിൻ്റെ പേരിലും ഇപ്പോൾ കൂടെ ഞാൻ നന്ദിയും സ്നേഹവും ഈ വേദിയിൽ അവതരിപ്പിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാരെ എന്നെ മാറ്റി നിർത്തിയിട്ട് ഞാൻ പോലും അറിയാതെ ഒരു മോൾക്കൊരു ഗിഫ്റ്റും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഇവർ സംഘടിപ്പിച്ച് എൻ്റെ കൂട്ടുകാർ, അത് ഞാനും എൻ്റെ കുടുംബവും, എൻ്റെ മകളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മകളും മരുമോനും ഇന്ന് ഈ വേദിയിൽ വരേണ്ടതാണ്. പക്ഷേ മോന് ഇന്നലെ എക്സാം ഉണ്ടായിരുന്നു. എന്തായാലും അവർ പറഞ്ഞിരിക്കുന്നത് ഓണത്തിന് നമ്മളെ ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ അവർ രണ്ടുപേരും എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അങ്കിളന്മാർ ഒക്കെ കാണണം. കാര്യം മോളിവിടെ വന്ന സമയത്ത് അവൾ ആദ്യം ഷാജിനെ ചോദിച്ച അങ്കിളെ എന്നെ കൂടെ ഈ ഗ്രൂപ്പിൽ ചേർക്കുമോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും, എൻ്റെ പ്രിയ കൂട്ടുകാർക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ ഗ്രൂപ്പിൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകനും KMCCയുടെ പ്രവർത്തകനുമായ ശ്രീ പെരുമാതുറ അൻവർ. നമസ്കാരം. നമ്മുടെ ഗ്രൂപ്പിൻ്റെ 5ാമത് വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഒരുപാട് വൈകിയാണ് എത്തിയത്. 2 മണിക്ക് ഇറങ്ങിയെങ്കിലും ഇവിടെ എത്തുമ്പോൾ 8 മണിയായി. കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഈ ഗ്രൂപ്പ് ചെയ്തിട്ടുള്ള പ്രവർത്തന റിപ്പോർട്ട് ഇവിടെ ശ്രീ നവാസ് അവതരിപ്പിക്കുകയുണ്ടായി.
അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നവാസ് റിപ്പോർട്ട് ചെയ്യാൻ മറന്നു. നമ്മൾ 5 വർഷത്തിൽ കഴിഞ്ഞ 3 വർഷം കൊണ്ട് നമ്മുടെ ഒരു വെൽഫെയർ ഫണ്ട് സ്വരൂപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് പേർക്ക് ഉപകാരമുണ്ട്. അതൊരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിൽ നിന്ന് പലരുടെ പ്രയാസങ്ങൾ പറഞ്ഞു നിന്ന് ഉരുത്തിരിഞ്ഞൊരു പ്രസ്ഥാനമാണ് വെൽഫെയർ ഫണ്ട്. അതിപ്പോൾ ഇന്ന് 3ാമത് വർഷം കഴിയുമ്പോൾ 50 രൂപയിൽ തുടങ്ങിയിട്ട് 100 ദർഹംസിലെത്തി നിൽക്കുകയാണ്. കഴിഞ്ഞ 2 വർഷത്തെ ഒരാൾ പോലും പേയ്മെൻറ്റ് പെൻഡിങ് വരാതെ നടത്തിക്കൊണ്ടുവന്ന പ്രസ്ഥാനമാണ്. അതിലൂടെ നമ്മുടെ ഈ പ്രവാസികൾക്ക് തിരിച്ച് നാട്ടിലണയുമ്പോൾ എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് ഉണ്ടാവട്ടെ എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം വെൽഫെയർ. ഈ വെൽഫെയറിൽ ചേരാത്ത സഹോദരങ്ങളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചേരണമെന്ന് റിക്വസ്റ്റ് ഉണ്ട്. നമ്മൾ നാട്ടിൽ പോകുമ്പോൾ ആരോടും 10 രൂപ ചോദിക്കാതെ നമുക്ക് വാങ്ങിക്കൊണ്ടുപോകാൻ പറ്റുന്നൊരു പ്രസ്ഥാനമാണ് വെൽഫെയർ. 5 വർഷത്തെ ഞങ്ങളുടെ പ്രവർത്തനത്തെ റിപ്പോർട്ടിലുപരി ഒരു കുടുംബാംഗങ്ങളെ പോലെയാണ് പരസ്പരം എല്ലാവരും മുമ്പോട്ട് പോകുന്നത്. ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നതിൻ്റെ ചെയർമാൻ ശ്രീ ഷാജി, പിന്നെ നമ്മുടെ വിശിഷ്ടാതിഥികളായിട്ട് വന്നിട്ടുള്ള ശ്രീ നിസാർ തളങ്കര, KDO ചെയർമാൻ നൗഷാദ്, ഇവിടെ എത്തിപ്പെട്ട എല്ലാവർക്കും എൻ്റെ വാക്കിൽ ആശംസിച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. എൻ്റെ പ്രിയ സഹോദരങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ഈ വേദിയിൽ എത്തിയ എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും ഞാൻ എൻ്റെ പേരിൽ, എൻ്റെ ഗ്രൂപ്പിൻ്റെ പേരിൽ ആശംസകൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. MBBHSൻ്റെ 5ാമത് വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ഈ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യാനെത്തിയ നമ്മുടെ വിശിഷ്ടാതിഥി, വേദിയിലിരിക്കുന്ന മറ്റ് അതിഥി, അതുപോലെ തന്നെ നമ്മുടെ പ്രിയ കൂട്ടുകാർ, അവരോടൊപ്പം വന്ന നമ്മുടെ സ്നേഹിതർ, എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. സുഹൃത്തുക്കളെ, ഈ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ച ശ്രീ തലങ്കര സാഹിബ് അവറുകൾ, ഇതിൻ്റെ അധ്യക്ഷൻ ശ്രീ കരിച്ചാറ ഷാജി, മറ്റിതിൽ സന്നിഹിതരായിരിക്കുന്ന സുഹൃത്തുക്കളെ, സഹോദരന്മാർ, ഈ 5ാം വാർഷിക പരിപാടിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന പരിപാടികൾ വളരെ ഗംഭീരമായിരുന്നു. ഇതിൽ പ്രവർത്തിച്ച ഓരോരുത്തർക്കും ആശീർവദിക്കുന്നതിനോടൊപ്പം എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. എന്തുകൊണ്ടും വളരെ ഒരു മനോഹരമായ ഒരു സദസ്സാണ് ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. കാരണം നമുക്കറിയാം, ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്ന ഒന്നാണ് ഈ കൂട്ടായ്മ എന്ന് പറയുന്നത്. കാരണം നമുക്ക് മുമ്പൊക്കെ നമുക്കറിയാം, അലയിലൊക്കെ പെരുമാതൃ കൂട്ടായ്മയൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. ആ സമയത്തൊക്കെ പല പരിപാടികളും അവർ നാട്ടിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഈ ഒരു ക്രൗഡ് പോരെ, നമുക്ക് അടുത്ത പരിപാടിക്കെങ്കിലും നമുക്ക് നല്ലൊരു ക്രൗഡോട് കൂടി നല്ലൊരു പരിപാടി നമ്മൾ കണ്ടത്. ഇതുപോലെ കുടുംബ കൂട്ടായ്മ തന്നെയാണ് നമുക്ക് വേണ്ടത്. അതുപോലെ തന്നെ എനിക്ക് 1-2 കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അതിപ്പോൾ നമ്മൾ ആ 2 പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങളത് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പുറകെ എല്ലാ കാര്യത്തിലും നമ്മളെ കൂടെ നിന്നത് ഈ ബഹുമാനപ്പെട്ട നിസാർ തലങ്കര സാഹിബാണ്. നമുക്കറിയാം, ആ കാലഘട്ടങ്ങളിൽ നമ്മളാ ഫൈറ്റ് എന്ന് പറയുന്നത് ഗർഭിണികളും അതുപോലെ തന്നെ രോഗികളായിട്ടുള്ള പാസഞ്ചറാണ് ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നത്. എന്തായാലും അദ്ദേഹം നമ്മളെ കൂടെ നിന്നു. വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും ആ പാസഞ്ചർമാർ വളരെ നല്ല രീതിയിൽ നമുക്കവിടെ അറിവാക്കുവാനും നമുക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെന്താ പറയുക, എന്തായാലും നമ്മളെ ഈ ആശംസ പ്രസംഗം നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഇനി ഇതുപോലെയുള്ള നല്ല നല്ല പ്രവർത്തനങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അതുപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിവിടെ സ്വാഗതം പറയപ്പോഴും നമ്മളെ ഗ്രൂപ്പിലുള്ള ആരൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊന്ന് വ്യക്തമാക്കി കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള ആളുകൾ വരപ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാനത് ഷാജി സാഹിബിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെ ഗ്രൂപ്പിൽ ഏകദേശം IPS ഉണ്ട്, അതുപോലെ തന്നെ കമ്മീഷണർമാരുണ്ട്, ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളുള്ള ഗ്രൂപ്പാണ് നമ്മൾ. അപ്പോൾ ആ കാര്യം കൂടെ നമ്മൾ പുറത്തുനിന്ന് നമ്മൾ ഗസ്റ്റിനെ വിളിക്കപ്പോഴത്തേക്കും അതും കൂടി പറഞ്ഞ്
കൊണ്ടുപോവുകയാണെങ്കിൽ ഇവിടെ നല്ലതായിരിക്കും എന്നൊരു അഭിപ്രായത്തിൽ നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ നമ്മുടെ MBHS പ്രവാസി സംഘങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയ എല്ലാ വിശിഷ്ടാതിഥികൾക്കും ആശംസ അറിയിക്കുന്നു. അതുപോലെ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ആശംസകൾ അറിയിച്ചു നിർത്തുന്നു. പ്രിയ സുഹൃത്തുക്കളെ, ജ്യേഷ്ഠ സഹോദരങ്ങളെ, ഒരുപാട് തിരക്കുകളൊക്കെ ഉണ്ടായിട്ട് ആ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ഈ പ്രോഗ്രാമിനെത്തിയ എല്ലാ സുഹൃത്തുക്കളും അതുപോലെ തന്നെ വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ പേരിൽ ആശംസ അറിയിക്കുന്നു. ഒപ്പം 2 വാക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ വർഷം ഇതേപോലെ ഈ പ്രോഗ്രാമിൻ്റെ ഒരു വീഡിയോ പിടിക്കുന്നതിന് വേണ്ടി എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനായ മുജീബ് ഖാൻ ഈ വേദിയിലേക്ക് എന്നെ ക്ഷണിക്കുകയുണ്ടായി. ഏതായാലും ഞാൻ അതുപോലെ കഴിഞ്ഞ വർഷവും എനിക്ക് ശനിയാഴ്ച ഡ്യൂട്ടിയുള്ള ദിവസമാണ്. ഡ്യൂട്ടി ഞാൻ ഉച്ചയ്ക്ക് ലീവാക്കി വന്നു, വീഡിയോ പിടിച്ചു. ഈ കൂട്ടായ്മയുടെ പ്രവർത്തനം വളരെ എനിക്കിഷ്ടമായി. കാരണം ഇവരുടെ ആ ഒരു ചേർത്ത് പിടിക്കൽ, നമ്മുടെ സ്വന്തം സഹോദരങ്ങളെ പോലെ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ആ ഒരു രീതി എനിക്ക് വളരെയധികം ഇഷ്ടമായി. ഞാൻ ഇതേപോലെ ഇതിനു മുമ്പും ഞാൻ 1-2 വാട്സാപ്പ് കൂട്ടായ്മയുടെ പ്രോഗ്രാമിന് പോയിട്ടുണ്ട്, വീഡിയോ പിടിച്ചിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും ഇല്ലാത്ത ഒരു ഒത്തൊരുമ, ഒരു ചേർത്ത് പിടിക്കൽ, നമ്മളെ ഒരു കരുതൽ, ആ ഒരു കരുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അവരോട് ചോദിച്ചു, എന്നെയും കൂടി ഇതിലൊരു അംഗമാക്കുമോ? അപ്പോൾ കുഴപ്പമില്ല, ഞങ്ങൾ അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം നിങ്ങൾ റെഡിയാണെങ്കിൽ, അതെല്ലാം അംഗീകരിക്കാൻ തയ്യാറാണെങ്കിൽ ചേർക്കാമെന്ന് പറഞ്ഞു. ഏതായാലും ഈ വർഷം ഈ ഒരു അവസരത്തിൽ ഇവിടെ നിൽക്കുമ്പോൾ ഞാനും ഈ വാട്സാപ്പ് കൂട്ടായ്മയിലെ ഒരു മെമ്പറാണ്. അതിലെനിക്ക് അഭിമാനമുണ്ട്. അതിലൂടെ തന്നെ ഇന്ന് നമ്മുടെ ഈ ഗ്രൂപ്പിൽ, ഇതിപ്പോൾ ഞാൻ പറയാൻ കാരണം, ഞാൻ കണിയാപുരത്തുകാരനല്ല, എൻ്റെ സ്ഥലം കിളിമാനൂരാണ്. ഇന്ന് ഷാജിക പറയും പോലെ കണിയാപുരത്ത് തുടങ്ങിയ ഒരു കൂട്ടായ്മയാണെങ്കിലും ഇന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഒരുപാട് അംഗങ്ങൾ ഇതിൽ അംഗങ്ങളായിട്ടുണ്ട്. അപ്പോൾ ഈ കൂട്ടായ്മ ഇതുപോലെ തന്നെ നമുക്ക് ഒത്തൊരുമയോടുകൂടി ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ സർവശക്തൻ നമുക്ക് എല്ലാവർക്കും ആരോഗ്യം തരണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഈ പ്രോഗ്രാമിനെത്തിയ എല്ലാ വിശിഷ്ട അതിഥികൾക്കും നമ്മുടെ ഈ ഗ്രൂപ്പിൻ്റെ നെടുന്തൂണായിട്ടുള്ള ഷാജിക്കാർക്കും പ്രത്യേകം ആശംസ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്. നമ്മുടെ ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എൻ്റെ അടുത്ത് അർഷാദ് പറഞ്ഞിരുന്ന ഒരു കാര്യം കൊണ്ടാണ് നിങ്ങളെയൊക്കെ ബോധം. ഒരു വീഡിയോ മതി.